ഹലോ ഹായ്ഡ മക്കളെ, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിന് അടുത്തെത്താറായി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് എന്ന കുഞ്ഞു സയൻസ് ലോകത്തു നിന്നാണ് എൻ്റെ മക്കള് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന 3 സബ്ജക്റ്റിലേക്ക് വേർപിരിയുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഓരോ സബ്ജക്റ്റും നമുക്ക് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 20 മാർക്കിൽ നിങ്ങൾ 18 മാർക്കോളം പഠിച്ച 18 മാർക്കോളം മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കെമിസ്ട്രി അപ്രോച്ച് ചെയ്യേണ്ടത്, കെമിസ്ട്രി എക്സാമിന് നമ്മൾ എങ്ങനെയാണ് A+ മേടിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്, എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി മക്കളെ മിസ് ചെയ്ത 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. യെസ്, എൻ്റെ മക്കളെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയത്. അതിനു മുന്നേ നമുക്കൊരു കാര്യം നോക്കാനുണ്ട്. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിൽ 8ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് നോക്കാം. യെസ്, ഒന്നാമത്തെ ചാപ്റ്ററാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എന്താണ് പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്ററാണ് യെസ് ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. മൂന്നാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റം. നാലാമത്തതാണ് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ. അഞ്ചാമത്തെ ചാപ്റ്ററാണ് സൊല്യൂഷൻസ്, ലായനികൾ. ആറാമത്തെ ചാപ്റ്റർ വാട്ടർ. ആൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളുടെ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 7 ചാപ്റ്റേഴ്സ് ആണ് എൻ്റെ പൊന്നുമക്കൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും മിസ് എങ്ങനെയാണ് ഈ 7 ചാപ്റ്റേഴ്സും ഒറ്റ രാത്രി കൊണ്ട് പഠിക്കുക, ഇത് കൂടാതെ വേറെയും 2 സബ്ജക്റ്റുകൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ അല്ലേ. യെസ്, കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് കെമിസ്ട്രിയിൽ A+ മേടിക്കേണ്ടതെന്ന് മിസ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 5 വർഷങ്ങളായിട്ട് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം അല്ലേ. യെസ്, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് മക്കളെ 2022 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മുടെ 2022 എന്ന് പറയുന്നത് കൊറോണ ടൈമാണ് അല്ലേ. കൊറോണ ടൈം ആയിട്ടുള്ള ഒരു സമയമാണ് 2022. അപ്പോൾ അത് നമുക്കൊരു എക്സെപ്ഷൻ കേസ് ആയിട്ട് അവിടെ വെക്കാം. ആൻഡ് നമുക്ക് 2020 മുതൽ 2017 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ സ്വഭാവം, പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 2ഉം 1ഉം മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ 2022 5 മാർക്കിനാണ്, നമ്മൾ അത് അവിടെ വെക്കുകയാണ്. ആൻഡ് 2020 മുതൽ 2017 വരെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതേപോലെ 1ഉം 2ഉം മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ ചാപ്റ്റർ കെമിക്കൽ ചേഞ്ചസിലും അതേപോലെ 2ഉം 3ഉം മാർക്കിന്, യെസ് 3 മാർക്കിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. 2019 3 മാർക്കിനോളം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നാലാമത്തെ ചാപ്റ്റർ മെറ്റൽസിൽ നിന്നും 1, 2, 3, 4 മാർക്കിന് വരെ നമ്മുടെ മെറ്റൽസിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മക്കളെ. 4 മാർക്കിന് വരെ മെറ്റൽസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മക്കൾ മനസ്സിലാക്കുന്നുണ്ടോ? യെസ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? യെസ്, ഇനി നോക്കിയ സൊല്യൂഷൻസ്, ലൈനുകളിൽ 2020 ചോദിച്ചത് 4 മാർക്കിനാണ്. നോക്കുക 2020. അതേപോലെ 2022 4 മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ 2017 3 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നോക്കുക ഓരോ ചാപ്റ്റേഴ്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇനിയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്. എന്താ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിക്കേടാ. 2019 11 മാർക്കിന് ചോദിച്ചു, 2020 7 മാർക്കിന് ചോദിച്ചു, 2018 6 മാർക്കിന് ചോദിച്ചു. മനസ്സിലാവുന്നുണ്ട് എൻ്റെ പൊന്നുമക്കൾക്ക്? ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്കിൽ 2020 ചോദിച്ചിരിക്കുന്നത് 8 മാർക്കിനോളമാണ്. 2019 ചോദിച്ചിരിക്കുന്നത് 6 മാർക്കിനോളമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എൻ്റെ പൊന്നുമക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞ മക്കളെ, അവസാനത്തെ 3 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും 16 മുതൽ 19 വരെയുള്ള മാർക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാണ്. അതായത് A+ ലെവൽ വരെ എത്താനുള്ള 19 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ A+ ലെവൽ വരെ എത്താനുള്ള മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചോദിക്കും മിസ് അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്ററുകൾ പഠിക്കണ്ടേന്ന് ചോദിക്കും. അത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഒരു ചാപ്റ്റർ വിട്ടു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ A+ എങ്ങോട്ടും പോകുന്നില്ല.
ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഏഗിൾ ലൈവുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഗിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലൈവിൽ പറയുന്നുള്ളൂ. അപ്പോൾ കൃത്യസമയത്ത് എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഏഗിളിൽ വരിക. ഏഗിളിൽ വന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങിയിട്ടേ തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. A+ തന്നെ ഉറപ്പിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. ബൈ.